ഇന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് രാത്രി ക്ലാസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ. Good evening. Good evening. Ma'am. Good evening, ma'am. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്യാനായിട്ടൊന്ന് നോക്കിയതാണ്, പക്ഷെ പറ്റുന്നില്ല. അതാണ് കുറച്ചൊന്ന് ലേറ്റ് ആയത് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ, സ്ലൈഡ് ഇപ്പൊ വരും. ഓക്കെ, നമ്മള് എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? എത്ര വയസ്സ് വരെയുള്ള ചൈൽഡിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? 18 to 23 months. 18 to 23 months അല്ലേ? ഓക്കെ, ഒരാളൊന്ന് പറഞ്ഞേ എന്തൊക്കെയാ 18 to 23 monthsല് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത്? സിയ ജോബി, ഒരാൾ പറഞ്ഞേ. സിയ ജോബി ഒന്ന് പറഞ്ഞേ മോളെ. 15 വേർഡ്സ് വരെ അവർ പറയും. വേർഡ്സ് ക്ലാരിറ്റി ഒന്നും കൂടെ കൂടും, പഴയതിനെ അപേക്ഷിച്ച് ഇത്തിരി കൂടി വരും. ഫുഡിന്റെ പേര് എടുത്ത് പറയും. പിന്നെ ആനിമൽസിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. പിന്നെന്താ എന്റെ അങ്ങനെയുള്ള ഞാൻ എന്റെ എന്നുള്ള വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. വലിയ വേർഡ്സുകൾ ഉപയോഗിക്കും. ഓക്കെ, then 12 to 17 months ആരാ പറയാ? 12 to 17 months ശില്പ. ക്വസ്റ്റ്യൻസിനൊക്കെ അവർ വേർഡ്സ് ഇല്ലാതെ ആൻസർ പറയും. ഇപ്പം നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോ ആണെങ്കിൽ അവരിങ്ങനെ തലയിട്ടാക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും വ്യക്തിയെ കുറിച്ചോ സാധനങ്ങളെ കുറിച്ചൊക്കെ 2-3 വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ അങ്കിളാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ 1-2 വേർഡ്സ് അവർ പറയും. പിന്നെ പട്ടിയൊക്കെ കുരയ്ക്കുന്ന പോലത്തുള്ള ബൗ ബൗ ശബ്ദം, പട്ടി കുരയ്ക്കുകയാണെങ്കിൽ അവർ ബൗ ബൗ എന്നായിരിക്കും കൂടുതൽ പറയുക. അല്ലാണ്ട് അത് പട്ടിയാണെന്നൊന്നും അങ്ങനെയുള്ള ഉച്ചാരണ പ്രൊനൗൺസിയേഷനൊന്നും അവരുടെ ഇത് ക്ലിയർ ആയിട്ടുണ്ടാകില്ല. പിന്നെ ഒരു 4 മുതൽ 6 വേർഡ്സ് വരെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. നെക്സ്റ്റ് വൺ എന്താണ്? 6 months തുടങ്ങി 11 months വരെ ഉള്ളത് കേട്ടോ. ഒരാളൊന്ന് പറയൂട്ടോ. 6 months to 11 months. ഇത് 6 മാസം തുടങ്ങി 11 മാസം വരെ ഉള്ളത്. ആരാ പറയാ? ഞാൻ പറയാം മാം. ഓക്കെ, പറഞ്ഞോളൂ. ഒരു മിനിറ്റ് കേട്ടോ മാം. അവിടെ മക്കള് നല്ല കരച്ചില്ല, അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ പറയാട്ടോ മാം. 6 to 11 അല്ലേ മാം? അതെ. അവര് നമ്മൾ എന്ത് ചോദിച്ചാലും ഇപ്പൊ വേണ്ടാന്നാണെങ്കിൽ നോ നോ പറയാൻ തുടങ്ങുന്ന സമയല്ലേ. പിന്നെ ബ ബ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങണു. പിന്നെ മാ പാ ത ഇതൊക്കെ മീനിങ് അറിയാതെയാണ് അവര് പറഞ്ഞു തുടങ്ങണത്. പിന്നെ മാമ ടാറ്റ പാപ്പ ആ സൗണ്ട് ഒക്കെ പറഞ്ഞു തുടങ്ങുന്നു. ഒന്നിന്റെ അർത്ഥം അറിയാതെയാണ് അവർ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ആക്ഷൻസ് കാണിച്ച് നമ്മളോട് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കൂടുതലായിട്ട്. പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരും ആ സൗണ്ട് ഉണ്ടാക്കാൻ നോക്കും. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് വാക്കുകൾ പറയാനൊക്കെ തുടങ്ങുന്ന സമയമാണ്. പിന്നെ ഓരോ കുട്ടികളും ഡിഫറെന്റ് ആവില്ല. ചില കുഞ്ഞുങ്ങളൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതായി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവര് കൂടുതലായിട്ട് വാക്കുകൾ പറയാൻ ശ്രമിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങളെ ഒന്ന് സ്ക്രീനിലോട്ട് നോക്കിയേ. ഞാനൊരു സംഭവം ഇട്ടിട്ടുണ്ട് അവിടെ. മൈൽ സ്റ്റോൺസ് റിലേറ്റഡ് ടു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്. കണ്ടോ? കാണുന്നുണ്ട് അല്ലേ? അതൊന്ന് എഴുതി എടുക്കണം കേട്ടോ നിങ്ങള്. ഓക്കെ, ബർത്ത് ടു 5 months. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഹൂസ് vocalize pleasure and displeasure sounds differently, laughs, giggles, cries or fuses, make noise when talked to. എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലേ?
എല്ലാവരും എഴുതുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണുന്നില്ല മാം. കാണുന്നില്ലേ? എന്താ മൈൽ സ്റ്റോൺസ് എന്നാണോ? ആ, മൈൽ സ്റ്റോൺസ് കേട്ടോ. അത് നിർബന്ധമില്ല, അത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. രണ്ടാമത്തത് വരുന്നത് എത്രയാണ്? 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ളത് അല്ലേ? അണ്ടർസ്റ്റാൻഡ്സ് നോ നോ, ബാബിൾ സേസ് ബാ ബാ ബാ, സേസ് മാമ or dada without meaning, tries to communicate by actions or gestures, tries to repeat your sounds, says first word. Okay, ഇത് അങ്ങനെ തന്നെ എഴുതിയെടുക്കാം കേട്ടോ. എഴുതി കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ. 2 കോളവും എഴുതി കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യുക. മാം ഫസ്റ്റിലെ ആ ഇതൊന്ന് കാണിക്കോ? ഫസ്റ്റിലത്തെ മന്ത് അങ്ങനെയാണോ? ആ മാം, യെസ് മാം. താങ്ക് യു. ആ, ഓക്കെ. എഴുതി കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. അമൃത ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, അമൃത മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ. നെക്സ്റ്റ് 12 to 17 months. ഓക്കെ, കണ്ടോ? 12 to 17 months ആണ് ആദ്യത്തെ കോളം. Answers simple questions non-verbally. Says 2 to 3 words to label a person or object. Pronunciation may not be clear. Tries to imitate simple words. Vocabulary of 4 to 6 words. Then അടുത്തത് വരുന്നത് എത്രയാണ്? 18 to 23 months ആണ് അല്ലേ? അപ്പോ vocabulary of 15 words. Pronunciation is often unclear. Ask for common foods by name. Makes animal sound. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ മന്ത്സിന്റെ അത് ക്ലിയർ അല്ല മാം. അതൊന്ന് ക്ലിയർ ആക്കി തരാമോ?
ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഞാൻ സൂം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് കരുതിയ. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ. ആ ഓക്കെ ഓക്കെ. Eighteen to 23 monthsല് ഒരു വേർഡ്, ഒരു സെന്റൻസ് അവിടെ പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ് ടു കമ്പൈൻ വേർഡ്സ് സച്ച് ആസ് മോർ മിൽക്ക്. കമ്പൈൻ വേർഡുകൾ, രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കമ്പൈൻ വേർഡുകളാക്കി എന്ത് ചെയ്യുന്നുണ്ട് കുട്ടി പറയുന്നുണ്ട്. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. മോർ മിൽക്ക്, അതായത് കൂടുതൽ പാല്, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, അതായത് രണ്ട് വാക്കുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ബിഗിൻസ് ടു യൂസ് പ്രോനൗൺസ് സച്ച് ആസ് മൈൻ, അതായത് എന്റെ എന്ന് പറയുന്ന പ്രോനൗൺ സർവനാമം എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. പിന്നെ രണ്ട് ഫ്രേസസ്, വേർഡ് ഫ്രേസസ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. അനുക്കുട്ടി, ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? ഇനി നമുക്ക് ഏതാണ്, ഏത് ഇയേഴ്സ് ആണ് വേണ്ടത്? ഏതാ വരിക? 2 to 3 ഇയർ കേട്ടോ. 2 തുടങ്ങി 3 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ്, അവരുടെ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഓക്കെ. മാം, ഞാൻ ഇപ്പഴാ കേറിയത്. മാം, ഇത് നമുക്ക് PDF ആയിട്ട് തന്നിട്ടില്ലല്ലോ ഈ നോട്ട്സ്. ഇല്ലില്ല, അത് തന്നിട്ടില്ല. ഇത് വേറെയാണ് കേട്ടോ. ഇത് വേറെ. ഇത് മാം സെൻഡ് ചെയ്യോ ഒരു ഇതില്? സെൻഡ് ചെയ്യാം. ഓക്കെ മാം. നാളെ ഇല്ല, മറ്റന്നാളാണ് ഫ്രൈഡേ. നാളെ ഒഴിവാണല്ലോ. ഓക്കെ മാം. അപ്പൊ മറ്റന്നാള് ടെക്നിക്കലിലേക്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. Knows some spatial concepts such as in or on. Knows pronouns such as you, me, or her. Knows descriptive words such as big or happy. Uses 3-word sentences. Speech is becoming more accurate but may still leave off ending sounds. Strangers may not be able to understand much of what is said. Answers simple questions. Begins to use more pronouns such as you or I. Uses questions inflection to ask for something such as my ball. Begins to use plurals such as shoes or socks and regular past tense verbs such as jumped. Okay, കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത് എന്താണ്, അതായത് ഇൻ ഓർ ഓൺ. ഓക്കെ, അതായത് ഉള്ളിൽ അല്ലെങ്കിൽ മീതെ, അങ്ങനെയുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നു, അവര് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു അല്ലെങ്കിൽ പറയാനായിട്ട്
തുടങ്ങുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തു വെക്കുകയാണ്, എന്തെങ്കിലും ഒരു ടോയ് വെക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കുട്ടിയുടെ ടോയ് ആണെന്ന് വിചാരിക്കുക. ആ ടോയിയുടെ സ്ഥാനം, അതായത് ടോയ് സ്ഥിരമായിട്ട് കുട്ടി വെക്കുന്ന ഒരു സ്പേസ് ഉണ്ടാകും. അത് ആ സ്പേസിന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ മുകളിലാണോ ആ ടോയ് എന്താണ് അതിന്റെ മീതെയാണോ? ഇപ്പൊ ടേബിളിന്റെ അടിയിലായിരിക്കാം, അല്ലെങ്കിൽ ടേബിളിന്റെ മീതെയായിരിക്കാം ചിലപ്പോൾ ആ ടോയ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ കുട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ ഒരു കൺസെപ്റ്റ് കിട്ടുന്നുണ്ട്. കാരണം അതാ സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് വെക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അറിയാം അതിന്റെ ഉള്ളിലാണോ അതിന്റെ മീതെയാണോ ആ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന്. അപ്പൊ എന്താ ഇവിടെ പറയുന്നേ? ഇൻ ഓർ അല്ലെങ്കിൽ ഓൺ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ പ്രോനൗൺസ് ഉപയോഗിക്കുന്നു. ഞാൻ ഇതിനു മുമ്പത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ, അതായത് ഞാൻ എന്ന് പറയുന്ന എന്താണ് ഒരു പ്രോനൗൺ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതില് 18 to 23 months വരെയുള്ള, അതായത് 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ എന്റെ എന്നായിരിക്കും കൂടുതലായിട്ട് പറയാ. ഇനി നമ്മള് 2 തുടങ്ങി 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവര് എന്ത് പറയും? അതായത് നീ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്റെ, അല്ലെങ്കിൽ അവളുടെ, അവന്റെ, അങ്ങനെ എന്താണ് വേർതിരിച്ച് കാണാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, കുട്ടിക്ക് എന്താണ് കുറച്ചും കൂടി എന്താണ് അറിവായി വരികയാണ് അല്ലെ. കുട്ടി അംഗൻവാടിയിൽ പോകുന്ന ആ ഒരു പ്രായമാണ് ഇത് പറയുന്നത് 2 to 3 yearsനുള്ളിൽ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് എന്റെയാണ് അല്ലെങ്കിൽ ഇത് അവളുടെയാണ്. ഇപ്പൊ ഒരു കളിപ്പാട്ടുവാണെങ്കിൽ അത് അവളുടെയാണ്, അല്ലെങ്കിൽ ഒരു സ്ലേറ്റ് പെൻസിലോ അല്ലെങ്കിൽ എന്താ ഒരു കളർ പെൻസിലോ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബലൂണോ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ, ഇതൊക്കെ എന്താണ് എന്റെ അല്ലെങ്കിൽ അവളുടെയാണ് അല്ലെങ്കിൽ അവന്റെയാണ് എന്നുള്ളൊരു എന്താ പറയാ കൺസെപ്റ്റ് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, ദെൻ അടുത്തത് നോ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് സച്ച് ആസ് ബിഗ് ഓർ ഹാപ്പി. ഓക്കെ, അതായത് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ഉപയോഗിക്കുന്നു. അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബിഗ് അല്ലെങ്കിൽ ഹാപ്പി എന്ന് പറയുന്ന. അതായത് ഇപ്പൊ എന്തെങ്കിലും കുട്ടി എന്തെങ്കിലും ഒരു ഇമാജിൻ കാണുകയാണ്, എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ഒബ്ജക്റ്റിനെ കാണാണ്, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു പിക്ചർ കാണാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മളോട് പറയുമ്പോൾ, കുഞ്ഞ് നമ്മളോട് പറയുമ്പോൾ അതെന്താണ് ഭയങ്കര അതിശയത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രിപ്റ്റ് നമ്മളോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന. ഓക്കെ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര കൗതുകമുള്ള ഒന്നാണ് എന്ത്? ആന എന്ന് പറയുന്നത് അല്ലെ. ഉത്സവപ്പറമ്പില് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിലൊക്കെ പോകുമ്പോൾ ആനയെ എന്താണ് സ്വതവേ കുഞ്ഞുങ്ങൾ കാണാറുണ്ട്. ഉത്സവപ്പറമ്പിലൊക്കെയാണ് കൂടുതലുള്ളത്. അവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ആന എന്ന് പറയാണ്. അപ്പൊ കുഞ്ഞെന്താണ് അതിങ്ങനെ കണ്ട് അതായത് റെഗുലർ ആയിട്ട് അത് കണ്ട് എന്താണ് കുട്ടിയുടെ ഉള്ളിൽ എന്ത് വരികയാണ്? ആ ഒരു പിക്ചർ തെളിഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അപ്പോ ആന എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ എലിഫന്റ് എന്ന് നമ്മൾ കുഞ്ഞിനോട് പറയുമ്പോൾ തന്നെ എന്താണ് കുട്ടിക്ക് ഒരു വലിയൊരു രൂപമായിട്ടാണ് എന്ത് തോന്നുന്നത്? ആ ഒരു ആനയെ തോന്നുന്നത് കേട്ടോ. അതായത് ഭയങ്കര വലുത്, കുട്ടിയുടെ മുഖം എന്താണ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? വിടരും. ആന എന്ന് പറയുമ്പോ അങ്ങനെയുള്ളവർ എന്തായിരിക്കുള്ളൂ? ഒരു എന്താ പറയാ ഇതിന് ഒരു ഇതായിരിക്കും ഇതിനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ആക്ഷൻ ആയിരിക്കും കുട്ടി കാണിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിക്ക് ഹാപ്പി, അതായത് സന്തോഷം വരികയാണെങ്കിൽ, ഇപ്പോ അച്ഛനോ അമ്മയോ എന്താ പറയാ ചോക്ലേറ്റ് കൊണ്ടു കൊടുക്കാണ്, അല്ലെങ്കിൽ ഒരു ടോയ് കൊണ്ടു കൊടുക്കാണ്, അല്ലെങ്കിൽ കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണ് കുഞ്ഞിന് കൊണ്ടു കൊടുക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോഴെന്താണ് കുട്ടി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ഹാപ്പി ആവും അല്ലെ. പ്രതീക്ഷിക്കാതെ ആയിരിക്കും കുഞ്ഞിന് ചിലപ്പോ അത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിയുമ്പോ എന്താണ് അവര് ഭയങ്കര എക്സൈറ്റഡ് ആവും, ഭയങ്കര ഹാപ്പി ആവും. അവരുടെ മുഖം എന്താണ് വലുതാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ണൊക്കെ വികസിക്കുന്നത്, അതായത് ഭയങ്കരമായിട്ട് വലുതാകുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിപ്പോ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. അതായത് സർപ്രൈസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഭയങ്കര നമ്മുടെ ഫേസ് അത് എക്സ്പ്രസ് ചെയ്യൂ അല്ലെ. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അത് പ്രത്യേക ഭംഗിയാണ്. കുഞ്ഞുങ്ങളിലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് പ്രത്യേക ഭംഗിയായിരിക്കും ഉണ്ടാവുക. അപ്പോ വലുത് എന്ന തരത്തില്, അതുപോലെ തന്നെ അതിപ്പോ എലിഫന്റ് മാത്രമല്ല, ദിനോസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ദിനോസറുകള്, അതൊക്കെ എന്താണ് അവരൊക്കെ ടിവിയിൽ മാത്രമേ അവരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും, പിക്ചറൊക്കെ കാണിച്ചു കൊടുക്കും, മൂവീസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കറിയാം, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു അതിശയം അത് കാണുമ്പോൾ അവർക്ക് ഉണ്ടാകും. അപ്പൊ വലുതെന്ന് പറയുന്നത്, ബിഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഹാപ്പി, സന്തോഷമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതും അവരുടെ ഫേസിൽ എക്സ്പ്രസ് ആവും. ഓക്കെ,
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുണ്ടോ? ഹാപ്പി അല്ലെങ്കിൽ ബിഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട്? ഈ ആനയെ കാണുമ്പോ കുട്ടികള് ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട്. അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോ ആനയെ കാണുമ്പോ കുട്ടികൾക്ക് വല്ലാത്ത കൗതുക. അവര് അപ്പൊ ആ കണ്ണിൽ തന്നെ കാണാം അവരെ എക്സ്പ്രഷൻ. പുരുകൊക്കെ ഇങ്ങനെ വിടർത്തി, കണ്ണ് വിടർത്തി, അവര് ആ കയ്യൊക്കെ ഇങ്ങനെ എടുത്ത് ബിഗ് എന്ന് കാണിക്കാം, വലിയ ആനാന്ന് കാണിക്കും അവര്. ശരിയാണ്. ഓക്കെ, ശരിയാണ്. എന്റെ മോനും അതേട്ടാ മാം, ഇതേമാതിരി ആനനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ എവിടെ പോയാലും അതെ, അമ്പലത്തിൽ പോയാലും അതെ, ഇപ്പൊ ഈ ടോയ്സ് വിൽക്കണ കടയുണ്ടല്ലോ, അവിടെ നിന്ന് ആനയുടെ ടോയ്സ്, ആനയുടെ ഇത് പ്രത്യേകിച്ച് ആനയുടെ ടോയ്സ് മേടിപ്പിക്കലാണ്. അവസാനം ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിലെത്തി 14,000 രൂപയുടെ ആന കക്ഷി മേടിപ്പിച്ച് അത് ഈ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ക്രേസ് അത്രത്തോളം എത്തി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ പറയണേണ് വലുതായി കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വലിയ ശരിക്കിനുള്ള ഒരു ആനനെ മേടിക്കുമെന്നാണ് പറയണത് കക്ഷി. ആന എന്നും കൗതുകമുള്ള ഒരു മൃഗമാണ് കുഞ്ഞുങ്ങൾക്ക്. ശരിയാണ്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര. അതുപോലെ തന്നെ ആനയുടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ആനേനെ വരയ്ക്കാനായിട്ട് കുഞ്ഞുങ്ങളോട്, കുഞ്ഞു കുട്ടികളോടായാലും ഇപ്പൊ നഴ്സറി കുട്ടികളോടായാലും ആനേനെ വരയ്ക്കാൻ പറഞ്ഞാല് അവർക്കറിയാം ബ്ലാക്ക് ആണ് അതിന്റെ കളർ. അതെ, ഇവൻ ഒരു 1.5 വയസ്സായപ്പോ മുതലുണ്ടല്ല ഇതിനൊന്നും എഴുത്തിനൊന്നും ഇരുത്തിയിട്ടില്ല. ആദ്യമായിട്ട് വരച്ചത് തന്നെ കുഞ്ഞ് 2 സൈക്കിളായിരുന്നു. ഒരു സൈക്കിള്, പിന്നെ ആനയുടെ പടം, പാറ്റ, കാറ്. ഇപ്പൊ ജില്ലാ കലോത്സവത്തില് ഗ്രേഡ് ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ നന്നായിട്ട് വരയ്ക്കും. വാട്ടർ കളറ്, ഓയിൽ പെയിന്റ്, ഇതെല്ലാം ആള് വരയ്ക്കും. നന്നായിട്ട് വരയ്ക്കും. അപ്പോ അതാണ്, അതായത് ആ ഒരു ബ്ലാക്ക് കളർ ആണെന്ന് അവർക്ക് അറിയാം. അതൊരിക്കലും അവർക്ക് തെറ്റില്ല. ഏതൊരു കുഞ്ഞാണെങ്കിലും ആനയുടെ കളർ ബ്ലാക്ക് ആണെന്ന് അറിയാം. അത് അവര് വരയ്ക്കുമ്പോൾ അതിന് കളറിങ് കൊടുക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് JCBയോട് ഭയങ്കര ക്രേസ് ആയിരിക്കുള്ളൂ. JCB കേട്ടോ. അപ്പോ ഈ JCBയുടെ ടോയ് ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യാ, ഉത്സവ പറമ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് നോക്കുക. അതുപോലെ മാം, എന്റെ മോന് ചില വണ്ടികളുടെ പേരുകൾ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് അവൻ പറയും ദേ പോകുന്നു നമ്മുടെ കാറിന്ന്, കറക്റ്റ് കാറിന്റെ പേര് പറയും. ഞാൻ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം, ശരിയാണല്ലോ അതാണല്ലോ കാറിന്ന്. ഇവര് എങ്ങനെയാണ് അത് കറക്റ്റ് കണ്ടുപിടിക്കണെന്ന് അറിയില്ല. ദേ പോണു മാരുതി, ദേ പോണു ഹോണ്ടായി എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് പേര് പറയണ കാണാം. നമുക്ക് അതേപോലെ ഈ പറഞ്ഞ JCB കാറൊക്കെ ഭയങ്കര ക്രേസ് ആണ്. ഏത് പെരുന്നാൾക്ക് പോയാലും അപ്പ വേണം JCB, ലോറി, ബുൾഡോസർ, മണ്ണ് വാരുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നും കൂടി പപ്പോട് പറയുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് കാറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാം, എന്റെ മൂത്ത മോൻ 8ാം ക്ലാസ്സിലാണ് കേട്ടോ. അവന് കുഞ്ഞുനാളില് ഇപ്പൊ സിജി പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുനാളില് തുടങ്ങി JCB ആണ്. ഇപ്പൊ കക്ഷി ഇത്രയായി. ഇപ്പൊ കക്ഷി ഒരു മെറ്റൽ JCB മേടിപ്പിച്ച് എന്നെ കൊണ്ട്. കക്ഷി പറയണേണ് ഇപ്പൊ ഇത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ആനയാണ്. ആന പണ്ട് കാലത്ത് എന്തൊക്കെ ചെയ്തിരുന്നു അതേപോലെ തന്നെയല്ലേ JCB ചെയ്യണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് JCB ആണ്. വലുതായി കഴിഞ്ഞ് ഞാനൊരു JCB മേടിക്കും. മൂത്ത ആള് JCB, ഇളയ ആള് ആന. ഈ മേടാണ്, വേറെ ഒന്നും വേണ്ട. പിന്നെ അതേപോലെയുള്ള ഇപ്പൊ നമ്മളുടെ ഇവിടെ എന്തെല്ലാം ചുഴലിക്കാറ്റുകൾ വന്നിട്ടുണ്ടോ അതിന്റെ പേരെല്ലാം ആള് കൃത്യമാണ്. ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ മുതൽ വന്നേക്കണ ചുഴലിക്കാറ്റുകളുടെ പേര് ആള് ഇങ്ങനെ പറയും. ആളതൊക്കെ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചേക്കാണ്. അങ്ങനെ ഇതൊക്കെ ഒരു കൗതുകരമായിട്ടുള്ള ഇതൊക്കെയാണ് ആളുടെ ശീലങ്ങള്. അല്ലേ? ഓക്കെ. അതാണ്. അപ്പൊ ഈ JCB എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രേസ് ആണ് ആൺകുട്ടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ JCB ഒക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ വരുമല്ലോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അതൊക്കെ വരുമ്പോൾ അവരത് കൊണ്ടുപോയി നമ്മൾ ഭയങ്കര ഇതായിട്ട് എന്തോ ഒരു വലിയ സംഭവം ആനയെ പോലെ തന്നെ സെയിം അതേ ഒരു ഇതാക്കുന്നതാണ് JCB എന്ന് പറയുന്നത്. ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ കൊണ്ടുപോയി കാണിക്കുമ്പോൾ കുഞ്ഞും കുഞ്ഞിന്റെ മൈൻഡിൽ എന്താണ് അത് സെറ്റ് ആവണം, ഇതെന്തോ ഭയങ്കര സംഭവമാണ്, ഇതുണ്ടെങ്കിൽ എന്താണ് എനിക്ക് എന്തോ എന്താ പറയാ ആ ഒരു ടോയ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ എന്തോ ഭയങ്കരമായിട്ട് എന്തോ കീഴടക്കിയ പോലെയാണ് കുഞ്ഞുങ്ങൾക്ക് തോന്നുക. അങ്ങനെയുള്ളൊരു ഫീലാണ് ഉണ്ടാവുക.
അപ്പൊ ആൺകുട്ടികളുടെ പോലെയല്ല പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തികച്ചും എന്താണ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അതായത് അവർക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്താ പറയുക ഇപ്പൊ ആൺകുട്ടികൾക്ക് ഇപ്പോ അതായത് വണ്ടികൾ, അതായത് ഇങ്ങനെയുള്ള ടോയ്കൾ, ഇപ്പോ കാറുകള്, അതുപോലെ തന്നെ ബൈക്കുകള്, അതിന്റെയൊക്കെ പിക്ചറൊക്കെ വരക്കാനായിട്ട് അവര് ശ്രമിക്കും. പക്ഷെ പെൺകുട്ടികൾ കൂടുതലായിട്ടും പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള മേഖലകളിലാണ് തിളങ്ങുക. അവർക്ക് കൂടുതലും എന്താണ് അതിനോടായിരിക്കും കൂടുതൽ താല്പര്യം തോന്നുക. പിന്നെ ഡ്രോയിങ്സ് ഒക്കെ എന്താണ് അവരുടേതായിട്ടുള്ള രീതികളിലായിരിക്കും വരക്കാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ പറഞ്ഞ പോലെ പാട്ടും ഡാൻസൊക്കെ കൂടുതലായിട്ടും പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിനോട് എന്താ പറയാ ഒരു കൂടുതൽ പ്രത്യേക ഇഷ്ടം എന്തുണ്ട് പെൺകുട്ടികൾക്ക് പണ്ട് തുടങ്ങി ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആക്സസറീസ്, ഡ്രസ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ എന്താണ് പെൺകുട്ടികൾക്ക് മുമ്പേ തന്നെ എന്താണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുമാണ് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പൊ ആൺകുട്ടി ഒരു JCB ആണ് ആവശ്യപ്പെടുന്നതെങ്കിൽ പെൺകുട്ടി ചിലപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു മുത്തുമാലയോ അല്ലെങ്കിൽ കുപ്പിവളകളോ, പണ്ടത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക അവരുടെ ഇൻട്രസ്റ്റ് വ്യത്യാസപ്പെടുക. ഓക്കെ, നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചോദിക്കാറുണ്ടോ? ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വേർതിരിച്ച് ചോദിക്കാറുണ്ടോ? എനിക്ക് 2 പെൺകുട്ടികളാണ് മാം. മൂത്താൾക്ക് 7 വയസ്സ്, ചെറിയ ആൾക്ക് 4 വയസ്സ്. അപ്പൊ അവർക്ക് ചെറുപ്പം തൊട്ടേ രണ്ടാളും വരയ്ക്കും. അപ്പൊ അവര് വരയ്ക്കുക അവരുടേതായ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. അവര് വണ്ടികളൊന്നല്ല വരയ്ക്കുക, എന്താ പറയാ അവരുടേതായ ഇപ്പൊ അച്ഛ അല്ലെങ്കിൽ അമ്മ, മാമ, അങ്ങനത്തെ അവർക്ക് അങ്ങനെ തോന്നുന്ന അവര് കൂടുതൽ ഇഷ്ടം തോന്നുന്ന ആൾക്കാര്, പിന്നെ അവരുടെ സ്കൂളിന്റെ ചിത്രം, മരങ്ങള്, അങ്ങനെ നന്നായി വരയ്ക്കും. മൂന്നാൾ നന്നായി വരയ്ക്കും, പ്രൈസ് ഒക്കെ കിട്ടാറുണ്ട്. പാടും ചെയ്യും, ഡാൻസും കുഴപ്പമില്ലാതെ. അപ്പൊ നാളെ എന്താ പറയാ കുറെ പരിപാടികളിലൊക്കെ ആള് എടുത്തിട്ടുണ്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫ്ലാഗ് ഒക്കെ നന്നായി വരയ്ക്കും. അപ്പൊ ഫ്ലാഗ് നിർമ്മാണത്തിന് അത് പോയിണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിലും ആൾക്ക് പ്രൈസ് കിട്ടാറുണ്ട്. അപ്പൊ ആള് വരയ്ക്കുന്ന പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഉള്ള ക്രൈസ് എന്ന് പറയുന്നത് എത്ര ടോയ്സില് ടെഡി ബിയർ എത്ര വാങ്ങി കൊടുത്താലും മതിയാവില്ല. എന്റെ അനിയൻ ചെന്നൈയിലാണ്. അപ്പൊ അവിടെ ലോക്കോ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അവൻ വരുമ്പോ എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പോ ഇവര് പറയാ ടെഡി ബിയർ. ഇവിടെ നിറഞ്ഞാലും ഇവർക്ക് ടെഡി ബിയർ വേണ്ട. ഭയങ്കര ക്രൈസ്. ഞാൻ അങ്ങനെ ക്രൈസ് ഉള്ളവരെ കണ്ടിട്ടില്ല. രണ്ടാളും ഇത് വരുമ്പോ ചെറിയ സൈസ്, വലിയ സൈസ്, ഇത്ര സൈസ് എന്ന് പറഞ്ഞിട്ട് പറയും. അത് എത്ര കളേഴ്സ് എവിടെയുള്ള എത്ര നിറഞ്ഞൂടെ. പക്ഷെ ഇവർക്ക് വീണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ ക്രൈസ് എന്ന് എനിക്കറിയില്ല. രണ്ടാൾക്കും ടെഡി ബിയർ ഇല്ലാതെ പറ്റില്ല. അവസാനം ഇപ്പൊ വലുതൊരെണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ചെറുതത് തോളത്തിട്ട് നടക്കും. ഇങ്ങനെ വലിയ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ തോളത്തിട്ട് നടന്ന് ഒരു പേരിട്ടുണ്ട്. അവരെന്നെ ഇട്ട പേരാ ഹിമൻ എന്ന് പറഞ്ഞിട്ട്. ഉറങ്ങുമ്പോ ഒപ്പം കെടുത്തി ഉറക്കും. ഇത്ര ക്രൈസ് കണ്ടില്ല. പാവക്കുട്ടികളോടൊക്കെ ക്രൈസ് കണ്ടിട്ടുണ്ട്. ഇവർക്ക് പാവന് ഇഷ്ടമാണ്. പക്ഷെ കൂടുതലായിട്ട് ഇവർക്ക് ഈ കരടിക്കുട്ടന്മാരോടാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവർക്ക് ഓരോ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാമു കൊടുക്കുമ്പോ കൊണ്ടുവന്ന് അടുത്തിരിക്കും. എന്നിട്ട് മായി തുറക്കും, മാമു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറിയ ആള് ഇങ്ങനെ പറയണ കേൾക്കാം. പാട്ട് പാടി കൊടുക്കും. പിന്നെ അവരുടെ പടങ്ങൾ വരയ്ക്കും. അപ്പൊ നന്നായി വരയ്ക്കും. ചെറുതും വരച്ചു തുടങ്ങിയപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആനയുടെ ഒക്കെ പടം അവർക്കറിയാം. ചെറുതിനറിയാം കളർ കൊടുക്കേണ്ടത്. ഇപ്പം പുറത്തേക്ക് പോയാലും അത് ആനയുടെ ബ്ലാക്ക് ആണ് ആനയ്ക്ക് കൊടുക്കുക എന്നുള്ളത് അറിയാം. അങ്ങനെ അവര് അപ്പൊ ഇത്രയും ക്രേസ് ആർക്കേലും ഉണ്ടോന്ന് അറിയില്ല. ടെഡി ബിയർ ആണ് ഇവരുടെ രണ്ടാളുടെയും ക്രേസ്. അയ്യോ എന്തിനാ. ഓക്കെ, ഷെയർ ചെയ്തതിന് താങ്ക്സ് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസ്സേ നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ഇല്ല. ഇല്ലല്ലോ, അവധി. മിസ് ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്സേ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിട്ട് സ്കൂളിലൊരു പാട്ട്, മോള് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം ഉണ്ടായി അവർക്കേ. അപ്പൊ മോള് പാടിയ പാട്ടൊന്നും എനിക്ക് ഇവിടെ പാടാൻ ആഗ്രഹമുണ്ട്. അതിനെന്താ, പാടിക്കോളൂ. അതെ, പിന്നെ അതുപോലെ എനിക്ക് ഒരു മരണ വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ഒന്ന് പോകണം. അപ്പൊ അവിടെ ധൃതി പിടിക്കാനാണ്. അപ്പൊ ഇതൊന്ന് പാടിയിട്ട് പോകാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പൊ ഒരു സെക്കൻഡ് എനിക്കൊന്ന് തരും എല്ലാവരും. അതിനെന്താണ്, പിന്നെ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ആണ്, പാടിക്കോളൂ. പാടിക്കോളൂ. ഓക്കെ, പാടിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്തു. Hi everybody. Hi everybody. Let us sing Independence Day song. Happy Independence Day. Happy Independence Day. Happy Independence Day for all Indians. Happy Independence Day. Happy Independence Day. Happy Independence Day for all Indians. We are Indian, bold and safe. We are Indian, brave and bright. We are Indian, safe and strong. We are proud to be the Indian.
We are Indian, bold and free. We are Indian, brave and bright. We are Indian, strong and safe. We are proud to be the Indian. We are proud to be the Indian. Happy Independence Day. Happy Independence Day. Happy Independence Day for all Indians. Happy Independence Day. Happy Independence Day. Happy Independence Day for all Indians. Happy Independence Day, everybody. Thank you. ഓക്കെ, വെൽ ഡൺ. അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട്. Okay, Miss. Let's down enter, Miss. Okay, thank you, Miss. ഓക്കെ ഓക്കെ. എന്താ നിഷ? നിഷ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പോവാണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതാണ്. അതായത് ആൺകുട്ടികൾ ചിലപ്പോ സ്പൈഡർമാന്റെയും സൂപ്പർമാന്റെ ഒക്കെ ഡ്രോയിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ വരയ്ക്കുക. പിന്നെ JCB പോലുള്ള വെഹിക്കിൾസിന്റെ ഒക്കെ പടം വരയ്ക്കാം. എന്നാൽ പെൺകുട്ടികൾ നേരെ തിരിച്ചാണ്. ചിലപ്പോ ഒരു അച്ഛൻ, അമ്മ, മക്കൾ എന്നുള്ള രീതിയിലൊക്കെ പിക്ചർ വരയ്ക്കാം. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള പാവകളെ വരയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പെൺകുട്ടികളാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ തമ്മിൽ എന്തുണ്ട്, ധാരാളം വ്യത്യാസങ്ങളുണ്ട്. മാം, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ രണ്ടാമത്തെ മോള്, ഞാന് കൊറോണയായിട്ട് നാട്ടിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റിന് പോന്നു. അപ്പം മോൾക്ക് അവിടെ ഒരു ഇഷ്ടമുള്ളൊരു ടോയ് ഉണ്ടായിരുന്നു. ഒരു ടെഡി ബെയർ എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ടോയ് ഉണ്ടായിരുന്നു. അപ്പം ഒരു പാവയാണത്. അപ്പൊ അവള് അതിനെ പേരിട്ടിരിക്കുന്നത് സൂസി എന്ന് പറഞ്ഞിട്ടാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം പ്ലെയിനിലൊക്കെ വന്നപ്പം അവള് മാസ്ക് ഇടാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു സൂസിക്ക് മാസ്ക് ഇടാന്ന് പറഞ്ഞു. സൂസിക്ക് മാസ്ക് ഇട്ട് കൊടുത്തപ്പോ അപ്പൊ അവള് സമ്മതിച്ചു. എന്നിട്ട് അത് ഇട്ടിട്ടാണ് ഞങ്ങൾ അന്ന് ഇവിടെ വരെ എത്തിയത്. കാരണം നമുക്ക് അറിയാലോ കൊറോണയ്ക്ക് മാസ്ക് ഇടണം, അത്രയും ഇതിലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഫസ്റ്റത്തെ ഫ്ലൈറ്റിൽ ഇറങ്ങിയത്. അപ്പൊ അത് പെൺകുട്ടികൾക്ക് അങ്ങനെ ഈ ടോയ്സ് ഒക്കെ, ഇങ്ങനത്തെ പാവകളോടൊക്കെ ഇഷ്ടം കൂടുതലാണ്. ബോയ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് ഇങ്ങനത്തെ കാറ്, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് ഇഷ്ടം. അപ്പൊ അത് പറയാന്ന് വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, അത് ശരിയാണ്. അത് ഇതിപ്പോ നമ്മള് കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരാണെങ്കിലും എന്താ പറയാ, യുവതികളായാലും യുവാക്കളായാലും ഒക്കെ എന്താണ് അവരുടെ മൈൻഡ് തമ്മിൽ എന്തുണ്ട്, ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, പെൺകുട്ടികളുടെ അത്ര സെന്റിമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഉണ്ടാവില്ല, ആൺകുട്ടികൾക്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. സെന്റിമെന്റ്സ് ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല. വിഷമം ഉണ്ടാവാം, എന്നാലും അത് എക്സ്പ്രസ് ചെയ്യില്ല. എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. നമ്മുടെ അത്രയും എന്താണ് ഓവർ തിങ്ക്ഡ് അല്ല. കുറച്ചും കൂടി എന്താണ് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി എന്താണ് ഡൗൺ ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വിഷമിക്കുക, പെട്ടെന്ന് കരയുക. പക്ഷെ നമുക്കത് ആൺകുട്ടികളിൽ കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലപ്പോ മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. എന്നാലും ഒന്നോ രണ്ടോ ആളുകൾ എങ്ങനെ ഉണ്ടാവാം, പെട്ടെന്ന് ഡൗൺ ആവുന്ന കുട്ടികൾ ഉണ്ടാവും, പേടിയുള്ള കുട്ടികൾ ഉണ്ടാവും. ചില ആൺകുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും പറയുമ്പോൾ അതായത് ധൈര്യക്കുറവുണ്ടാവും. അതായത് എന്തെങ്കിലും എക്സ്പ്രസ്, ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിടന്ന് വിറയ്ക്കുക, അല്ലെങ്കിൽ കരയുക, അല്ലെങ്കിൽ എന്താ പറയാ സങ്കടപ്പെടുക. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. എന്നാലും മെജോറിറ്റി എന്താണ് ഭയങ്കര ധൈര്യവാന്മാരായിട്ടുള്ള ആളുകളാണ് ആൺകുട്ടികൾ എന്ന് പറയുന്നത്. എന്നാൽ പെൺകുട്ടികള് കുറച്ചും കൂടി എന്താണ് ഡൗൺ ആണ്. എന്തെങ്കിലും നിസ്സാരം എന്താ പറയാ കിട്ടിയാൽ മതി, പെട്ടെന്ന് തന്നെ എന്താ പറയാ സങ്കടപ്പെടും. അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും, ചില കുട്ടികളാണെങ്കിൽ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വന്നാൽ അപ്പൊ തന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടും. അപ്പൊ അവർക്ക് സങ്കടങ്ങള് എന്താ പറയാ ഒതുക്കി വെക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അത് കൂടുതൽ കാലം തങ്ങി നിൽക്കും. എന്നാൽ ആൺകുട്ടികളുടെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. അവര് എന്താ പറയാ അത്ര ഇമോഷണൽ ആയിട്ടുള്ള ആളുകളല്ല, പ്രാക്ടിക്കലാണ് കുറച്ചും കൂടി. ഓക്കെ, അപ്പൊ ഭയങ്കരമായിട്ട്, അതായത് എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികൾ കുറച്ചും കൂടി ബോൾഡ് ആവണം, ബോൾഡായിട്ട് തന്നെ നിൽക്കണം എപ്പോഴും. അതായത് ഇപ്പൊ നമുക്കറിയാലോ, എല്ലാവരും മാരീഡ് ആയിട്ടുള്ള ആളുകളാണ്, എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മള് വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നത്.
അപ്പോ നിങ്ങളിപ്പോ ഈ ഒരു കോഴ്സിൽ ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾ, ചേഞ്ചസുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലെ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് അല്ലേ? അതായത് ഇപ്പോ അതായത് നിങ്ങൾ എപ്പോഴാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തത് അങ്ങനെയുള്ള വ്യക്തികളായിരിക്കില്ല ഇപ്പൊ നിങ്ങൾ പ്രസന്റ്ലി. ഓക്കെ, ധാരാളം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്താണ് ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് മുമ്പ് നിങ്ങൾ ദേഷ്യപ്പെട്ടിരുന്ന ഒരു അമ്മയാണെങ്കിൽ, പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ടിരുന്ന ഒരു അമ്മയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുട്ടികളോട് കുറച്ചും കൂടി സോഫ്റ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. ശരിയാണോ? ശരിയാണ്. വളരെ ശരിയാണ്. ശരിയാണ് അല്ലെ? അതാണ് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേന് നിങ്ങൾ അടിപൊളിയാകും കേട്ടോ. അപ്പോ അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ നമ്മള്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു PDF മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ആദ്യമേ തുടങ്ങി പറയുന്നതാണ് അല്ലെ? ഇത് പുറത്തേക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾക്കിപ്പോ ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. നമ്മൾക്ക് മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് കണക്ട് ചെയ്ത് ഇതിനകത്തോട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആരെങ്കിലും നമ്മളോട് ഇപ്പൊ ഒന്ന് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഇല്ലേ? പറ്റുന്നില്ലേ അങ്ങനെ പറയാനായിട്ട്? മുമ്പ് നിങ്ങള് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുന്നതെങ്കിൽ ഇപ്പൊ ആ ഒരു ഇതില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ചിന്തിച്ചാൽ തന്നെ നമുക്ക് എന്ത് പറ്റും? നമുക്ക് അഭിപ്രായം പറയാനായിട്ട് പറ്റും. സ്വന്തമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ചിന്തിച്ചിട്ടാണ്, അതായത് നമ്മുടെ അഭിപ്രായം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓപ്പൺ ആയിട്ട് പറയണം. ഓക്കെ, അതൊരിക്കലും നമ്മൾ മാറ്റി വെക്കാനായിട്ട് പാടുള്ളതല്ല. ആർക്കു വേണ്ടിയും എന്ത് ചെയ്യരുത്? നമ്മുടെ അഭിപ്രായം, നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ മാറ്റാനായിട്ട് പാടില്ല. നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അതിനകത്തോട്ട് വരാം. ഇവിടെ പറയുന്നുണ്ട് യൂസസ് 3 വേർഡ് സെന്റൻസസ് അല്ലെ? അതായത് 3 വേർഡ് സെന്റൻസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. 2 to 3 years വരെയുള്ള കുഞ്ഞുങ്ങള്. ദെൻ അതുപോലെ തന്നെ ഇവിടെ അതായത് ആക്യുറേറ്റ് സ്പീച്ച് ഈസ് ബിക്കം മോർ ആക്യുറേറ്റ്, കുറച്ചും കൂടി അവരുടെ സ്പീച്ചില്, അവരുടെ ടോക്കിങ്ങില് കുറച്ചും കൂടി ആക്യുറേറ്റ്, ഒരു കൃത്യത വരുന്നുണ്ട്. പറയുന്ന വേർഡ്സുകള് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വാക്കുകള് ചിലപ്പോ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല്, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരാളുകൾ വന്നു കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോ എന്ത് ചെയ്യണം എന്നില്ല, പിടികിട്ടണം എന്നില്ല. ഓക്കെ, ഇപ്പൊ വീട്ടിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, ഇപ്പൊ 2 മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അച്ഛനോടോ, വീട്ടിലുള്ള അച്ഛനോടായാലും അമ്മയോടായാലും ചേച്ചി അല്ലെങ്കിൽ ഗ്രാൻഡ്പാ ഗ്രാൻഡ്മ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ പിടികിട്ടും. കുഞ്ഞെന്താണ് പറയുന്നത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി പുറത്തുനിന്ന് റിലേറ്റീവ് വരുവാണെങ്കിൽ കുഞ്ഞ് സംസാരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ചിലപ്പോ കുഞ്ഞു പറയുന്ന കാര്യങ്ങള് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ വീട്ടിലുള്ളവർ എന്ത് ചെയ്യണം? അത് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ വീട്ടിലാണ് ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവർ പറയുന്നത് എന്താണെന്ന് പിടികിട്ടും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല, അവർക്കത് മനസ്സിലാവില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതാണ് UI, അതായത് എന്റെ, നിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ യൂസസ് ക്വസ്റ്റ്യൻസ് ഇൻഫെക്ഷൻ ടു ആസ്ക് ഫോർ സംതിങ് സച്ച് ആസ് മൈ ബോൾ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്റെ പന്ത് എന്നാണ്. അതായത് അവരുടേതായിട്ടുള്ള ഒരു ടോയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു തിങ്സ് ഉണ്ടെങ്കിൽ അത് അവരുടേതാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാവുന്നു. ഇതെന്റെ കളിപ്പാട്ടമാണ്, അല്ലെങ്കിൽ എന്താണ്, ഇതെന്റെ പന്താണ്, അല്ലെങ്കിൽ ഇതെന്റെ JCB ആണ്, അങ്ങനെയുള്ളൊരു തിങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്, അവരില് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബിഗിൻസ് ടു യൂസ് പ്ലൂറൽസ് സച്ച് ആസ് ഷൂസ് ഓർ സോക്സ് ആൻഡ് റെഗുലർ പാസ്റ്റ് ടെൻസ് വെർബ്സ് സച്ച് ആസ് ജംപ്ഡ്. ഓക്കെ, അതായത് പ്ലൂറൽസ് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലൂറൽസ് ആയിട്ടുള്ള വേർഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഷൂസ്, സോക്സ്, അതെന്തുമാവട്ടെ. ഇപ്പൊ കൗസ് എന്നാവാം, ക്രോസ് എന്നാവാം, ക്യാറ്റ്സ് എന്നാവാം. അതായത് മുമ്പ് അവര് ക്യാറ്റ്, ക്രോ, കൗ എന്ന് പറയുന്നതിന് പകരം
പ്ലൂറൽ ആയിട്ട്, അതായത് ഒരു കൂട്ടമായിട്ട് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. കവിന് പകരം അവർ കൗസ് എന്ന് പറയുന്നു, അതായത് പശു എന്ന് പറയുന്നതിന് പശുക്കൾ എന്ന് പറയുന്നു. ഓക്കെ, അതായത് അവര് ഒന്നിലധികം തിങ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോ എന്ന് പറയുന്നതിന് പകരം ക്രോസ് എന്ന് ഉപയോഗിക്കുന്നു. ഡോഗ് എന്നാണ് അവർ മുമ്പ് പറഞ്ഞിരുന്നതെങ്കിൽ പ്ലൂറൽ ആയിട്ട് ഡോഗ്സ് വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലുള്ള വെർബുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, പാസ്റ്റ് ടെൻസിലുള്ള വെർബുകൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജംപ്ഡ്, അതായത് ചാടി എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതായത് പ്രസന്റ് ടെൻസിൽ നിന്ന് പാസ്റ്റ് ടെൻസിലേക്ക് എന്ത് ചെയ്യുന്നു, അവര് ആലോചിക്കാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ അവരൊരു എന്താ പറയാ, ഇപ്പൊ അവർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ, അത് ഡാൻസിങ് ആണ് അല്ലെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഡാൻസിങ് ആണെങ്കിൽ, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡാൻസിങ് എന്നാ വരിക. ഓക്കെ, അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ അവര് ഡാൻസ് കളിച്ച് കഴിഞ്ഞതാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഡാൻസ് കളിച്ച് കഴിഞ്ഞു എന്നുള്ള ആ ഒരു വെർബ് എന്ത് ചെയ്യുന്നു, പറയാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നത് ജംപ്ഡ് എന്നാണ്, അതായത് അവര് ചാടി, ഓൾറെഡി ചാടിയതാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ ചില കുട്ടികൾ പറയില്ലേ, എന്താ, അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ പോയി വരുമ്പോൾ, അതായത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണല്ലോ, അംഗൻവാടിയിലൊക്കെ പോയി വരുമ്പോൾ കുഞ്ഞുങ്ങൾ പറയും, ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയും, അമ്മേ ഞാൻ ഇന്ന് അംഗൻവാടിയിൽ വീണമ്മേ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഒരു കൂട്ടുകാരൻ തല്ലി അമ്മേ. അങ്ങനെയൊക്കെ എന്താണ്, അവിടെ നടന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളോട് വന്ന് പറയുന്നു. അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന ക്രിയ, അതായത് ഓൾറെഡി കഴിഞ്ഞ ഒരു ക്രിയയാണത്, അത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരാള്, അതായത് അംഗൻവാടിയിലുള്ള ഒരു കൂട്ടുകാരൻ എന്നെ തല്ലി എന്ന് പറയുമ്പോ എന്താണ്, അത് ഓൾറെഡി അവിടെ കഴിഞ്ഞതാണ്, അത് നിങ്ങളോട് വന്ന് വൈകിട്ടാ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞ് ഓർത്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. മാം ക്ലിയർ ആണ്. അടുത്തത് നിങ്ങളൊന്ന് വേഗം നോട്ട് ചെയ്തേ, 3 to 4 years കേട്ടോ. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യട്ടോ.
മാം ഇത് എഴുതിയെടുക്കാനാണോ പറഞ്ഞത്? ആ എഴുതിയെടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. സിജി വൈകിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിൽ ഇടാന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ മാം, ഞാൻ വിചാരിച്ചു എന്താ ക്ലാസ് ഒരു അനക്കില്ലല്ലോ, എഴുതിയെടുക്കാന്നൊരു ഡൗട്ട്. ഓക്കെ. ഞാനും അതന്നെ വിചാരിച്ചു, എന്താ ഒന്നും ഉണ്ടാതെ നിക്കണോന്ന്. പിന്നെ മനസ്സിലായത് എഴുതാനാണത്. ആ എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്നാ മതിയല്ലോ, നമുക്ക് ഇനി ടൈം ഇല്ലല്ലോ. മാം ഗ്രൂപ്പിൽ ഇട്ടാ മതി മാം. സോ ബെറ്റർ നമുക്ക് ടൈം കിട്ടുമ്പോൾ എഴുതാം. ഗ്രൂപ്പിലുണ്ട് ടീച്ചറെ, എഴുതാൻ ಹೆಚ್ಚು ബുദ്ധിമുട്ട്. ആ ശരി ശരി, ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പൊ 3 തുടങ്ങി 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നുണ്ട് ഗ്രൂപ്പ്സ് ഒബ്ജക്ട്സ് സച്ച് ആസ് ഫുഡ് ഓർ ക്ലോത്ത്സ്. ഓക്കെ, അതായത് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ എന്താ പറയാ ഫുഡുകള് അല്ലെങ്കിൽ ക്ലോത്ത്സുകള് അവയൊക്കെ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അതായത് ഒന്നാണെന്ന് എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. ഇപ്പൊ കുറച്ച് ഓറഞ്ച്, കുറച്ച് ആപ്പിള്, കുറച്ച് എന്താ പറയാ ഗ്രേപ്സ്, അതൊക്കെ കുട്ടികളുടെ മുന്നിൽ കൊണ്ടുവച്ചാല് അവരെന്ത് പറയും? ഇത് ഫ്രൂട്ട്സ് ആണെന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫ്രോക്കുകള്, എന്താ പറയാ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പല പാറ്റേണുകൾ ഉണ്ടല്ലോ. അതൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ കുഞ്ഞ് പറയാണ് ഇത് ക്ലോത്ത്സ് ആണെന്ന്, ഇത് വസ്ത്രങ്ങളാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവര് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എന്താ പറയാ അത്രയും ആ ഒരു തിങ്കിങ് എന്താണ് അവരിൽ ഉണ്ടായി. ഇപ്പൊ മുമ്പെന്ന് പറഞ്ഞാല് എന്താ പറയാ മുമ്പ് നമ്മൾ കഴിഞ്ഞു വന്നിട്ടുള്ള സ്റ്റേജിലെ കുട്ടികളാണെങ്കിൽ അവര് ചിലപ്പോ ഒരു ആപ്പിൾ കൊടുത്താൽ അത് ആപ്പിൾ ആണെന്ന് പറയും, ഓറഞ്ച് കൊടുത്താൽ ഓറഞ്ച് ആണെന്ന് പറയും, അങ്ങനെയാ പറയാ. പക്ഷെ അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ഫ്രൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ഇന്നത് വെജിറ്റബിൾസ് ആണ്, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഇത് ചോക്ലേറ്റ്സ് ആണ്, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. സാധനങ്ങളെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ദെൻ ഐഡന്റിഫൈസ് കളേഴ്സ്. കളറുകൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു സ്റ്റേജില് കുട്ടികൾക്ക് മറ്റു കളറുകൾ തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാല് ഈ ഒരു പ്രായത്തില്, അതായത് 3 തുടങ്ങി 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു സ്റ്റേജിലാണ് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് കളർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഗ്രീൻ കളറ്, റെഡ് കളറ്, യെല്ലോ കളറ്, അങ്ങനെ തിരിച്ചറിഞ്ഞ് ഇപ്പൊ ഒരു ഇത് കൊണ്ട് വെച്ചാൽ ഇപ്പൊ അവർക്ക് ഒരു കളേഴ്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ക്രയോൺസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ക്രയോൺസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവരോട് ഒരു സാധനം വരച്ചിട്ട് എന്താണ് അവരോട് കളർ ചെയ്യാൻ പറഞ്ഞാല് അവർ ഇമാജിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഒരു മരം വരച്ചിട്ട് അതിന് കളർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അവര് ഗ്രീൻ കളറാണ് അതിന് ചൂസ് ചെയ്യുക. ഒരു ഫ്ലവർ വരയ്ക്കാൻ പറയാണ്, അല്ലെങ്കിൽ ഒരു ലോട്ടസ് വരയ്ക്കാൻ പറയാണ്, അല്ലെങ്കിൽ ഒരു റോസ് വരയ്ക്കാൻ പറയാണ്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് കൃത്യമായിട്ട് ആ ഒരു എന്താണോ ആ തിങ്സ് അതിന്റെ സ്യൂട്ട് ആയിട്ടുള്ള കളർ എന്ത് ചെയ്യുന്നുണ്ട്? അവര് ചൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ബ്ലാക്ക് അവർക്ക് അറിയാം, അതുപോലെ റെഡ് എല്ലാവർക്കും അറിയാം. പൂക്കൾക്കൊക്കെ റെഡ് ആണെന്ന് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം. ഗ്രീൻ അറിയാം, ചെടികൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിനൊക്കെ എന്താണ് ഗ്രീൻ ആണെന്ന് അറിയാം. മാംഗോക്ക് മഞ്ഞയാണെന്ന് അറിയാം അല്ലെ, യെല്ലോ കളർ ആണെന്ന് അറിയാം. പിന്നെ പാരറ്റിന് അല്ലെ, തത്തമ്മ ഉണ്ടല്ലോ നമ്മുടെ, അതിന് പച്ച കളറാണെന്ന് അറിയാം, കുഞ്ഞുങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോ ഡോഗിനെയും അതുപോലെ തന്നെ ക്യാറ്റിനെയും വരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികളൊക്കെ അവരുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അവർ ഡെയിലി കാണുന്ന ഒരു കളറായിരിക്കും എന്ത് ചെയ്യുക? അവരതിന് യൂസ് ചെയ്യുക. ഇപ്പൊ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ആ ഒരു കളർ എന്ത് ചെയ്യാണ്? അവര് യൂസ് ചെയ്യാണ് ഉണ്ടാവുക. അപ്പോ ഐഡന്റിഫൈ കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത് യൂസസ് മോസ്റ്റ് speech sounds but may distort some of the more difficult sounds such as. ഇവിടെ ഇംഗ്ലീഷ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ? അതായത് ഇത് കൂടുതലും ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസിയേഷൻ ആയിട്ടാണ് വരുന്നത്. അവിടെ എല് കൊടുത്തിട്ടുണ്ട്, R കൊടുത്തിട്ടുണ്ട്, എസ്, SH, CH, Y, V, Z, TH. അത് നമ്മൾക്കൊന്ന് മലയാളത്തിന് എന്ത് ചെയ്യാം? ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെ. അതായത് എൽ എന്ന് പറയുമ്പോ ഇൽ
ഇല്ലെന്ന് പറയുന്ന ഒരു എന്താ പറയാ, അത് വേർഡാണെന്ന് പറയാനായിട്ട് പറ്റില്ല നമുക്ക്. അങ്ങനെയുള്ള ഒരു പ്രൊനൗൺസിയേഷൻ അവിടെ വരുന്നുണ്ട്. എല്ലിനെ ഇല്ലെന്ന് വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ആറിന് ഇർ, അങ്ങനെയുള്ള വാക്കുകൾ. ഓക്കെ, സോറി വാക്കല്ല, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു ചിഹ്നം പോലെ ചില്ലക്ഷരങ്ങളല്ലേ ടീച്ചറെ? ചില്ലക്ഷരങ്ങളാണ് പറയുന്നത് കേട്ടോ, ചില്ലക്ഷരങ്ങളാണ് പറയുന്നത്. നമുക്കത് വേർഡായിട്ടോ അക്ഷരമായിട്ടോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു അക്ഷരം ശരിക്കും ഉണ്ടാവുന്നത് എങ്ങനെയാ? ഒരു ക എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടാവുന്നത് എങ്ങനെയാ? ട് പ്ലസ് ആ ചേർന്നിട്ടാണ് ഒരു അക്ഷരം ഉണ്ടാവുന്നത്. ഒരു വർണ്ണവും അതുപോലെ തന്നെ ഒരു സ്വരവും തമ്മിൽ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അക്ഷരം ഉണ്ടാവുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ എല് എന്ന് പറയുന്നത് ഇൽ, ആറ് ഇർ, എസ് എന്ന് പറയുന്നത് സ്, അതുപോലെ എസ് എച്ച് ഷ്, സി എച്ച് ച്, പിന്നെ വൈ എന്ന് പറയുന്നത് വ് എന്നായിട്ട് പറയും. ബി എന്ന് പറയുന്നത് ബ് ആയിട്ട് പറയും, വ് കേട്ടോ. അതായത് മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, വൈ എന്ന് പറയുന്നത് വ് എന്ന് പറഞ്ഞു. ഇനി ബി എന്ന് പറയുന്നത് ബി, അങ്ങനെ എന്താ പറയാ, നമ്മള് കൂട്ടി വായിക്കില്ലേ, അങ്ങനെയുള്ളൊരു സംഭവമായിട്ട് വരും. ദെൻ ഇസെറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു പ്രൊനൗൺസിയേഷൻ ആയിട്ട് വരും. ദെൻ ടി എച്ച് എന്ന് പറയുന്നത് ത്, അങ്ങനെയാണ് എന്ത് വരിക, അവിടെ ആ ഒരു പ്രൊനൗൺസിയേഷൻ വരിക. അപ്പൊ ഇങ്ങനെയുള്ള സൗണ്ട്സ് എന്ത് ചെയ്യുന്നു, കുട്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ഇനി ഇത് ഇവർക്ക് കൂടുതലായിട്ട് അതായത് കൂടുതൽ എന്താണ്, കൂടുതൽ ബുദ്ധിമുട്ടുള്ള സൗണ്ടുകളാണ് ഇങ്ങനെയുള്ള സൗണ്ട്സ് എന്ന് പറയുന്നത്. ചില്ലുകൾ എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഒറ്റയടിക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോ 7 തുടങ്ങി 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ, അതായത് ആ ഒരു സ്റ്റേജ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു അക്ഷരങ്ങള് കൂടുതലായിട്ട് നാവ് വഴങ്ങില്ല, അവർക്ക് പറയാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഒരു 8 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഈ അക്ഷരങ്ങള് കൂടുതലായിട്ട് വഴങ്ങുക. പിന്നെ നാക്ക് പഠിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഒട്ടും പറ്റില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ കുഞ്ഞുങ്ങള്? എല്ലാവരും നാക്കൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ലേ? കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്യാറുണ്ട് അല്ലെ? എല്ലാരും ചെയ്യാട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതായത് കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങൾ വഴങ്ങില്ല. അത് ചെറുപ്പത്തിലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളും ചെയ്യണം കേട്ടോ. ഒരു ദിവസം അതൊന്നും ചെയ്തില്ലെങ്കിൽ, 1, 2, 3 ദിവസം ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കി, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോ നമുക്ക് വഴങ്ങില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എന്താ, കുട്ടികൾ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ചിലപ്പോ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനൊക്കെ പറയും. ഇപ്പൊ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കവിത, പോയംസ് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കും അല്ലെ. ഭയങ്കര കടുകട്ടിയുള്ള വാക്കുകളാണ് ആ പോയംസിലൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ വായിക്കുമ്പോ എന്താണ്, തെറ്റിപ്പോകും. കാരണം തെറ്റിപ്പോകുന്ന മാത്രമല്ല, കുട്ടികൾക്ക് അത് പറയാനായിട്ട് സാധിക്കില്ല, കാരണം അവരുടെ നാവ് വഴങ്ങില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ചില കുട്ടികളുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ചില കുട്ടികള് കോമ്പറ്റീഷനൊക്കെ പോവല്ലോ. ഇപ്പൊ കർക്കിടക മാസത്തിലൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ രാമായണത്തിന്റെ ക്വിസും അതുപോലെ രാമായണ പാരായണം അതൊക്കെ നടക്കാറുണ്ട്. അപ്പൊ ചില കുട്ടികള് വായിക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നും. അത്ര, കാരണം 6ലും 7ലും 5ലും പഠിക്കുന്ന കുട്ടികളാണ് ആ പാരായണം ചെയ്യുന്നത് രാമായണം. രാമായണം എന്ന് പറയുന്നത് കടുകട്ടിയുള്ള ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത്. അതുവരെ വായിക്കുന്ന കുട്ടികളുണ്ട്. എന്നുവെച്ചാൽ ഓൾറെഡി എന്താണ്, അവരത് ശീലിപ്പിച്ച് എന്താണ് അവരുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ശീലിപ്പിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും നന്നായിട്ട്, അത്രയും നല്ല ഫ്ലുവന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആ കുട്ടികൾ ആ പാരായണം ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക, നാക്ക് പഠിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോ കുട്ടികൾ ബ്രഷ് ചെയ്തിട്ടായിരിക്കും എന്താണ് പോരുന്നേ, ഇത് ചെയ്യുന്നുണ്ടാവില്ല, മടിയായിരിക്കും ചില കുട്ടികൾക്ക്. അക്ഷര സ്ഫുടത അത് ഉണ്ടായിരിക്കണം നമ്മളില്. ഓക്കെ, എന്റെ മകൻ ഇതേപോലെ ഭഗവത്ഗീത വായിക്കുവാൻ. ഭഗവത്ഗീത അവർക്ക് ഒരു 4 ധ്യാന ശ്ലോകം അത് കൂടാതെ 4 ശ്ലോകങ്ങളും ഒക്കെ കംപ്ലീറ്റ് അവന് ചെറുപ്പത്തിലേ അറിയാം. KG സെക്ഷനൊക്കെ അത് കംപ്ലീറ്റ് ഇങ്ങനെ കാണാതെ പറയും. അത് കഴിഞ്ഞ് 4th സ്റ്റാൻഡേർഡ് ഒക്കെ എപ്പോഴും അത് കംപ്ലീറ്റ് വായിക്കുമായിരുന്നു അവൻ. അത് കഴിഞ്ഞ് ആ ടച്ച് അങ്ങ് പതുക്കെ ആള് തന്നെ അങ്ങ് വിട്ട് ഇപ്പൊ വായിക്കാനൊക്കെ മതി. പക്ഷെ വായിക്കും നന്നായിട്ട്, ഭഗവത്ഗീതയൊക്കെ നന്നായിട്ട് വായിക്കുമെങ്കിലും വായിക്കാൻ ഇപ്പൊ അവൻ ബിടെക്കിനായി ഭയങ്കര മടിയാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് വായിക്കും. എന്റെ മോനത് അനിയന്റെ മകൻ, അവർ രണ്ടുപേരും കൂടെ ഒരുപാട് ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലും SNDP പരിപാടി നടക്കുമ്പോഴൊക്കെ ഗീതാപാരായണം ഒക്കെ നടത്തുമായിരുന്നു, വായിക്കുമായിരുന്നു അല്ലെ. ഓക്കെ, ഇപ്പൊ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്താണ്, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെ വായിപ്പിക്കാനായിട്ട് നോക്കുക.
അത് മാത്രമല്ല കുട്ടികളിലെ എന്താ പറയാ പത്രം വായിപ്പിക്കാനായിട്ട്, ന്യൂസ് പേപ്പർ വായിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും മൊബൈല് മാത്രമാണ് ചില കുട്ടികളുടെ ലൈഫ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് പത്രമൊക്കെ, അതായത് ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാനായിട്ട് കൊടുക്കുക. പിന്നെ കളിക്കുടുക്ക പോലുള്ള, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കളിക്കുടുക്ക പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി വലുതായിട്ടുള്ള പിള്ളേരാണെങ്കിൽ ബാലരമ പോലുള്ള അല്ലെങ്കിൽ ഡൈജസ്റ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ പാരന്റ്സ് ശ്രദ്ധിക്കുക. അവർ വായിക്കാനായിട്ട് ആദ്യം ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് എന്ത് ചെയ്യുക, അത് വായിപ്പിച്ചു കൊടുക്കുക കൂടുതൽ. അപ്പൊ അങ്ങനെ, അതായത് ഇപ്പൊ ഒരു 5ാം ക്ലാസ് തുടങ്ങി ഒരു ബാലരമ ഡൈജസ്റ്റ് പോലുള്ള കാരണങ്ങളൊക്കെ അതൊക്കെ വായിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി ഒരു 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ എന്താണ്, അവർക്കൊരു ജനറൽ നോളജിൽ കൂടുതലായിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടും. സ്കൂൾ തലത്തിൽ തന്നെ ധാരാളം ക്വിസുകളും മറ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്തൊക്കെ കുട്ടികൾ പങ്കെടുക്കും. അവിടെ നിന്ന് അവര് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകും, then അവര് സ്റ്റേറ്റ് ലെവലിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള ധാരാളം അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ കഴിവ് എന്ത് ചെയ്യുക, കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട്. എന്തിനാണോ അവന് കഴിവ്, പിന്നത് ചില കുട്ടികൾക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ വേറെ പലതിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോ കുട്ടികൾക്കും ഓരോരോ കഴിവുകളുണ്ട്. അത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, മനസ്സിലായി? എങ്ങനെയാണ് ചെറിയ കുട്ടികളുടെ നാക്ക് വടിക്കും എന്ന് പറയുന്നു. ഞാൻ ചെയ്യിപ്പിക്കാറില്ല. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ തോർത്ത് വെച്ചിട്ട് നാവ് തുടയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്റെ മോൾക്ക് 3.5 വയസ്സാണ്. ഞാനിപ്പോ എന്തായാലും ടൂൾസ് ഒന്നും വെച്ച് ഉപയോഗിക്കണമൊന്നുമില്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നാവില് ചെറിയ ചെറിയ മുകുളങ്ങളും ചെറിയ ചെറിയ ടേസ്റ്റ് ബഡ്സും ഒക്കെയാണ്. അപ്പൊ നമ്മള് ടങ് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ആക്കരുത് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലൈക്ക് ബ്രഷിന്റെ പുറകിൽ തന്നെ ജസ്റ്റ് കുത്തുകുത്തുള്ളത് വെച്ചിട്ട് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് മാത്രമേ ആക്കാൻ പാടുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ചെറിയ മോൾക്ക് ഇപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത്തിരി കൂടെ കുഞ്ഞായിരുന്നപ്പോ അതായത് തോർത്തൊക്കെ വെച്ച് തുടയ്ക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാരും പറഞ്ഞു ക്ലീൻ ചെയ്യുന്നത്. എല്ലാരും ശരിക്കും ഇത് ടങ് ക്ലീനർ ഒരു ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമോ, അങ്ങനെയാണോ ചെയ്യേണ്ടത്? എനിക്ക് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യണില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഇതിന്റെ ഒരു കറക്റ്റ് ആൻസർ? കറക്റ്റ് എനിക്കും കൂടുതൽ, ഞാൻ ടങ് ക്ലീനർ യൂസ് ചെയ്യാറില്ല കേട്ടോ. മാം ഞാനും യൂസ് ചെയ്യാറില്ല. എന്റെ 2 കുഞ്ഞു മക്കൾക്കും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ രണ്ടാമത്തെ ആള് 7 വയസ്സാവാൻ പോകുന്നുള്ളൂ. അവൾക്ക് പക്ഷെ അങ്ങനെ ഞാൻ നോക്കും, നാക്കില് നമുക്ക് അങ്ങനെ ഫംഗസ് അങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ ഞാൻ പറയും നാക്ക് ക്ലീൻ ചെയ്തോന്ന്. 2 ടൈം ബ്രഷ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുമോന് ഇപ്പൊ 4 വയസ്സാവാറേ. അവന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെറുപ്പത്തിൽ അവന് ഈ നാക്കിൽ ഇങ്ങനെ ഒരു പാട പോലെയൊക്കെ വരുമ്പം ഞങ്ങള് പണ്ട് ചെയ്യാറുള്ളതാണ്. പണ്ട് ഫസ്റ്റ് ഡോക്ടേഴ്സ് അവരൊരു മരുന്ന് തരും. പിന്നെ ഞാൻ ചെയ്യുന്ന വൈനില്ലേ, വൈൻ 1-2 തുള്ളി നാക്കിൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ അത് തന്നെ അങ്ങ് ഇതായിട്ട് അങ്ങ് ഇറങ്ങിപ്പൊക്കോളും. അങ്ങനെയാണ് ചെയ്യാറ്. അല്ലാതെ ഇങ്ങനെ ടങ്ക് ക്ലീനിങ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ നന്നായി സംസാരിക്കും, ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. 2 പേർക്കും കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അപ്പൊ നാക്കിൽ ഞാൻ ഫംഗസ് ഫീലിംഗ് നമുക്ക് കാണുമ്പോ അറിയാം, ഒരുപാട് ഇങ്ങനെ സെറ്റിൽമെന്റ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയും ഒന്ന് ക്ലീൻ ചെയ്തോ എന്ന് പറഞ്ഞ് ചെയ്യാറേ ഉള്ളൂ. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ നാവില്, അതായത് അവിടെ ഇങ്ങനെ എന്താണ് ഒരു കട്ടി ഉണ്ടാവും കൂടുതൽ. അത് ആ ഒരു സമയത്തും എന്താ അതങ്ങത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാം. ഞാനത് യൂസ് ചെയ്യാറുള്ളത്, ഞാൻ ഈർക്കിലിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചെറുപ്പത്തിലേ തുടങ്ങി ഒരു ഈർക്കിലെടുക്കും ഓലയുടെ, എന്നിട്ട് അത് 2 ആക്കും. അത് സോഫ്റ്റ് ആവും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് അക്ഷര സ്ഫുടത വേണം, എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, എന്റെ നാവ് വഴങ്ങില്ല. ഞാനിപ്പോ 1-2 ദിവസം ഞാനത് ചെയ്യാതിരുന്നാല് എന്ത് പറ്റും, എനിക്ക് നിങ്ങളോട് വർത്താനം പറയുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോ ചെയ്യാതിരിക്കാൻ പറ്റൂല. തീരെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചെയ്യാതിരുന്നാല് നമുക്ക് പെട്ടെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കും. ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ടേസ്റ്റും രുചിൻ്റെതൊക്കെ അതിന്റെ ഇതൊക്കെ പോകുമെന്ന് പറയണേക്കാം. ടങ് ക്ലീനർ എനിക്ക് തോന്നില്ല, കാരണം അതായത് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അതായത് ഞാൻ ഇത് യൂസ് ചെയ്തതാണ്, പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മെറ്റലിന്റെ അല്ല മാം, പ്ലാസ്റ്റിക്കിന്റെ കിട്ടുമല്ലോ, പ്ലാസ്റ്റിക്കിന്റെ. അത് വലിയ അത് ഹാർഡ് അല്ലല്ലോ.
ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ കേട്ടോ, പ്ലാസ്റ്റിക്കിന്റെ. പലരും പല മാം കുട്ടികൾക്കാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. എനിക്കത് ഒരു ദിവസം പോലും യൂസ് ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ഞാൻ കുട്ടികളുടെ കാര്യം തന്നെയാണ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ മോൾക്ക് ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയും. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചതാണ് അതങ്ങനെ ചെയ്യണോ. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നല്ലപോലെ സംസാരിക്കും. അങ്ങനത്തെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നാവ് ഇപ്പൊ നമുക്ക് നോക്കിയാലും അങ്ങനെ ഭയങ്കര വൈറ്റ് ആയിട്ട് അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല, നോർമലാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇടയിലുള്ള ആൾക്കും മൂന്ന് പേരുണ്ട്. ഇടയിലുള്ള ആൾക്കായാലും ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു ഇതും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ചെയ്യണമെന്ന് ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ കേട്ടപ്പോ ഞാൻ ചോദിക്കുവാണ്, ചെയ്യണമെന്നുണ്ടോ എന്ന്. കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. കുട്ടി വായിക്കുമ്പോഴേ നല്ല സ്ഫുടതയോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ അത് പ്രശ്നമില്ല, നോ പ്രോബ്ലം കേട്ടോ. ചെയ്യാം, മനസ്സിലായോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. നാക്കിന്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഇതുണ്ടോ, അഴുക്കുകളൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലാണല്ലോ. ഇപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് 2 ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഞാനത് യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. സംസാരിക്കുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നിങ്ങളോട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. എന്റെ പോലെ തന്നെ ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ ടീച്ചേഴ്സ് ആയിട്ട് പോവുമല്ലോ, ഈ ഒരു കോഴ്സ് കഴിയുന്ന ടീച്ചേഴ്സ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമല്ലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം അതൊന്ന് ചെയ്തില്ലെങ്കിൽ എന്താണ് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ പ്ലാസ്റ്റിക്കിന്റെ ടങ് ക്ലീനർ ഒരു ദിവസം ഒടിഞ്ഞു പോയി. അപ്പൊ ഈ ബ്രഷിന്റെ പുറകിലുള്ള ടങ് ക്ലീനർ വെച്ച് ഞാൻ 2-3 ദിവസം ഇത് ക്ലീൻ ചെയ്ത്. അപ്പൊ നാക്ക് വഴങ്ങാത്ത മാതിരി, നാക്കിനൊരു കട്ടിപ്പുള്ള മാതിരി. ഞാൻ പിറ്റേ ദിവസം തന്നെ വേറെ ഒരു പ്ലാസ്റ്റിക് ടങ് ക്ലീനർ മേടിച്ച് ഈ ബ്രഷിന്റെ പുറകിലുള്ളത് ഇട്ടൊരക്കലും ഞാൻ നിർത്തി. എനിക്കും അത് സ്പഷ്ടമായിട്ട് ഇവിടെ സംസാരിക്കുക കറക്റ്റാണ്, വഴങ്ങൂല. ശരിയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അയ്യോ, എനിക്ക് പറ്റില്ല. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരാഴ്ച ഉണ്ടല്ലോ, ഏതാണ് കൂടുതൽ സ്യൂട്ട് ആവുക, ഏതാണ് വേണ്ടാത്തതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ താങ്ക് യു. താങ്ക് യു ഓൾ. ഓക്കെ മാം, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. ഹാപ്പി ഇൻഡിപെൻഡൻസ്.